വീട്ടിൽ 3-4 ഇരട്ട കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ അതിശയം തോന്നുമല്ലേ? എന്നാൽ ഇരട്ടകളുടെ കാര്യത്തിൽ ഗിന്നസ് ബുക്കിൽ കയറിയ ഒരു നാടുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം പേരും ഇരട്ടകളാണ്. സ്കൂളുകളിലും ഓഫീസുകളിലും സുഹൃത്ത് വലയങ്ങളിലും ബന്ധുക്കളിലും അങ്ങനെ എല്ലായിടത്തും ഇരട്ടകളെ കാണാനാകും. മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി ഗ്രാമമാണ് ഇരട്ടകളുടെ പെരുമയിൽ ലോക ശ്രദ്ധ ആകർഷിച്ചത്. ഒരു വീട്ടിൽ തന്നെ 2-3 ഇരട്ടകളുള്ള കാഴ്ച ഇവിടെ സുപരിചിതമാണ്. 2000-ലധികം ഇരട്ട കുട്ടികളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഇവിടെ എത്ര കൂട്ടുകാരുണ്ട് നമ്മുടെ സ്കൂളിൽ? നമ്മുടെ സ്കൂളിൽ 6 പേരുണ്ട്. പക്ഷേ ഒന്ന് ഇവരുണ്ട്. എന്താ പേരെന്താ? ഷിഫാനി, റിഫാൻ ഇവരുണ്ട്. പിന്നെ ഇവരിപ്പോ നിലവിൽ ഈ സ്കൂളിൽ ഇപ്പം എത്ര ഇരട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്? ഇവിടെ ഇപ്പോൾ ഈ വർഷം, ഈ അധ്യയന വർഷം 7 ജോഡിയാണ്. 7 ജോഡി കുട്ടികളാണുള്ളത്. മുമ്പ് ഇതിലധികം കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു 12 ഇരട്ടകൾ വരെ ഉണ്ടായ കാലം ഉണ്ടായിരുന്നു. അതെ, എന്തായാലും ഒരു വർഷം ഒരു 3-4 ഇരട്ടകൾ എന്തായാലും ഓരോ അധ്യയന വർഷം എത്തുന്നുണ്ട്. 13 വരെ ജോഡികളുണ്ട്. ഇവിടെ ഇപ്പോൾ തൊട്ടടുത്ത ഹൈസ്കൂളിലൊക്കെ 30 ജോഡി വരെയൊക്കെ ഹൈസ്കൂളുകളിലുണ്ട്. യു പിയിൽ ഒരു 20-25 ജോഡി പിന്നെ യു പി സ്കൂളുകൾ. ഇതിപ്പോൾ എൽ പി സ്കൂൾ ആയതുകൊണ്ട് നിലവിൽ 7 ജോഡിയാണ് ഈ സ്കൂളുള്ളത്. ഒരു 3 തലമുറകൾ, ഒരു 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമുണ്ട് കൊടിഞ്ഞിക്ക് ഇരട്ടകളുമായിട്ട് ബന്ധപ്പെട്ട്. ഈ സ്കൂളിനും അതുപോലൊരു ചരിത്രം മുമ്പ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. സ്കൂൾ ഇരട്ടകൾ ഒരുപാട്. ഇത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ കുറേ നമ്മുടെ ഇരട്ടകൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇത് പല ആളുകളും ഇപ്പം BBC അടക്കം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഇരട്ടകളെ സംഘടിപ്പിച്ചപ്പോഴാണ് നമ്മുടെ സ്കൂളിലും കുട്ടികളുണ്ടെന്ന് ഞങ്ങൾ തന്നെ അധ്യാപകർ തന്നെ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഇരട്ടകളെ അവരൊരു സംഘടന ഉണ്ട്, ടിൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഘടന ഉണ്ട്. അപ്പോൾ അന്ന് അവരൊരു 4000 ജോഡി ഇരട്ടകൾ ഈ കൊടിഞ്ഞി ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊരു സംഘടന ഇപ്പോൾ ഉണ്ട്. കുറേ മുമ്പൊക്കെ ഇതുവരെ സജീവമായിരുന്നു. ഇപ്പം പിന്നെ ഇതുപോലെ ചാനലുകാരും പല റിപ്പോർട്ടർമാരും വിദേശത്തുനിന്ന് വരെ വന്നിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ ഒരു വശം ഇപ്പോഴും അജ്ഞാതമാണ്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു സ്കൂളിൽ അധ്യാപകന് ഏറ്റ കുട്ടികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ വേങ്ങര സ്വദേശിയാണ്. അപ്പോൾ അവർ കൊടിഞ്ഞി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അവർക്കും ഇരട്ട കുട്ടികളുണ്ടായിട്ടുണ്ട്. അപ്പം ഭൂമിശാസ്ത്രപരമായ എന്തോ ഒരു പ്രത്യേകത കൊടിഞ്ഞി പ്രദേശത്തിന് ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനു പിന്നിലെ ശാസ്ത്രം തേടി പല രാജ്യാന്തര ശാസ്ത്രജ്ഞ സംഘങ്ങളും ഇവിടെ എത്തി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാലും വിശ്വാസയോഗ്യമായ ഒരു കാരണവും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഈ ഒരു കൗതുകത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഗ്രാമത്തിലെ ഇത്രയും ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. അപ്പം നിലവിൽ ഈ സ്കൂൾ IEC സെക്കൻഡറി സ്കൂൾ കൊടിഞ്ഞിയിൽ എത്ര ഇരട്ട കുട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഒരു 6 അല്ലെങ്കിൽ 7 പേഴ്സാണ്. എല്ലാം ഈ കൊടിഞ്ഞി വില്ലേജിൽ ഉള്ളിലുള്ള കുട്ടികളല്ലേ? ഏതൊക്കെ സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള കുട്ടികളാണ്? അത് KG മുതൽ 10th വരെയുള്ള ക്ലാസ്സുകളിൽ ഹൈസ്കൂൾ, UP, LP എല്ലാത്തിലും ഉണ്ട്. ഇതിൻ്റെ മുമ്പ് കുറച്ചുകൂടി അധികം ഉണ്ടായിരുന്നു. മുമ്പത്തെ വർഷങ്ങളിൽ കൂടുതലുണ്ടായിരുന്നു. അത് എത്ര വരെയൊക്കെ ഉണ്ടായിരുന്നു? ഒരു 20ഓളം പേഴ്സ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞു വരികയാണല്ലേ? 3 തലമുറകൾ മുമ്പാണ് കൊടിഞ്ഞിയിൽ ഇത്തരത്തിൽ ഇരട്ടകളെ കണ്ടു തുടങ്ങിയത്. ഇന്ത്യയിൽ 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ 4 ഇരട്ടകൾ എന്നാണ് കണക്ക്. എന്നാൽ കൊടിഞ്ഞിയിലെത്തുമ്പോൾ ഇത് 45 ആണ്. വീരാൻ ഹാജി ഉപ്പാപ്പയുടെ പേരമക്കളാ അല്ലേ? പേരക്കുട്ടികളാ. എന്താ പേര്? നിഹാൽ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 9ൽ. അദ്ദേഹം 9ൽ. രണ്ടുപേരും ഈ സ്കൂളിൽ തന്നെയാണോ? കൊടിഞ്ഞിത്തരത്തിൽ സ്കൂളിൽ തന്നെ. ഓക്കെ. ഉപ്പാപ്പയുടെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഇരട്ടകൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരുപാട് ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇരട്ടകൾ ഇങ്ങനെ കണ്ടതൊക്കെ ആയിട്ട് ഓർമ്മയുണ്ടോ? നാട്ടിൽ ഉണ്ടായിരുന്നു, ആ കാലം തൊട്ടേ ഉണ്ടായിരുന്നു. ഹോബീസൊക്കെ എന്താണ്? ഇനി എന്താവാനാണ് ആഗ്രഹം രണ്ടാളുടെ? എന്താ കളിക്കാൻ പോകും? ഫുട്ബോൾ കളിക്കോ? ഫുട്ബോളാണോ ഇഷ്ടം? രണ്ടാളോട് ഒരുമിച്ച് കളിക്കും. എവിടെയാണ് കളിക്കാൻ പോണേ? അവിടെ കളിക്കളമുണ്ടോ? ശരി. അപ്പോൾ കളിക്കുന്നതിനോടൊപ്പം പഠിക്കുകയും കൂടെ വേണം കേട്ടോ. ഉപ്പാപ്പയുടെ അന്നത്തെ കാലത്തെ ഒരു കൊടിഞ്ഞിയാണോ ഇപ്പോൾ ഉള്ളത്? എല്ലാം മാറി. ഇത്രയും വർഷം ഒരു 60-70 വർഷം കഴിഞ്ഞ് കാണും. അപ്പോൾ ആ കാലത്ത് ഇരട്ടകൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ അന്നും ഉണ്ടായിരുന്നു അല്ലേ? ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നോ? പരിചയത്തിൽ ഉണ്ടായിരുന്നോ? ലോകത്തിൽ ഇരട്ടകളുടെ ജനനം ഏറെയാണെന്ന് കണ്ടെത്തിയ 4ാമത്തെ ഗ്രാമമാണ് കൊടിഞ്ഞി.
ബ്രസീലിലെ കനോഡിഫ ഖൊദോയ്, ദക്ഷിണ വിയറ്റ്നാമിലെ ഹുയാങ് ഹിയബ്, നൈജീരിയയിലെ ഇഗ്ബോ ഒറ എന്നിവയാണ് മറ്റു സ്ഥലങ്ങൾ. ഇരട്ടകൾ കാരണം കൊടിഞ്ഞി ഗ്രാമത്തിന് ഗിന്നസ് ബുക്ക് റെക്കോർഡുകളും ഉണ്ട്. ഗോഡ്സ് ഓൺ ട്വിൻസ് ടൗൺ എന്ന പേരിലും ഒരു സംഘടനയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിന്റെ പെരുമ കേട്ടറിഞ്ഞ നിരവധി പേരാണ് ഇരട്ടകളെ കാണാനും ഇതിലെ കൗതുകം നേരിട്ടറിയാനുമായി ഈ കൊച്ചു ഗ്രാമത്തിൽ എത്തുന്നത്. നാഷണൽ ജിയോഗ്രഫിക് ഉൾപ്പെടെ വിവിധ രാജ്യാന്തര സംഘടനകളും ഗവേഷകരും കൊടിഞ്ഞിയിലെ ഈ ഇരട്ടകളുടെ രഹസ്യത്തെക്കുറിച്ച് അറിയാൻ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയേറെ ഇരട്ട കുട്ടികളുണ്ടാവുന്ന ഈ അത്ഭുത ഗ്രാമത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. മറ്റൊരു ദേശത്തിൻ്റെ മറ്റൊരു അത്ഭുത കാഴ്ചയുമായി അടുത്ത ലക്കത്തിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.